ഇവിടെ ഇന്ത്യൻ മാർബിൾസിലും 70 റുപ്പീസ് മുതൽ ഇന്ത്യൻ മാർബിൾസ് അവൈലബിൾ ആണ്. 33 വർഷത്തിലേറെയായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വലിയൊരു സ്ഥാപനം കൂടിയാണ് കാട്ടുമാടം. എല്ലാ കസ്റ്റമേഴ്സിനും ചിലപ്പോൾ ഇറ്റാലിയൻ മാർബിൾസ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. നോർമലായിട്ട് നമ്മൾ കാണുന്നതിനും കുറച്ച് ബെറ്റർ ഔട്ട്പുട്ട് വേണ്ടവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇത്. ഇറ്റാലിയൻ മാർബിളിന് വേണ്ടി മാത്രമുള്ള ഒരു വലിയൊരു ഗാലറിയാണ് ഇത്. ബേർബറി ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ബേർബറി ബേജ്, ക്രീമ മറഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ട്. അതായത് കുറച്ചുകൂടി ബ്രൗൺ ഗ്രെയിൻസ്, ചെറിയ വെയിൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലോട്ടാണ് ഇത്. മൂൺ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ. മൂൺ ക്രീം. അപ്പൊ ഇവിടെ നമുക്ക് പല രാജ്യങ്ങളിലെയും മാർബിൾസ് അവൈലബിൾ ആണ്. ഓൾ കേരള എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ വലിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. വലിയന്നൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മുടെ പുറകിൽ ഒരു സ്ഥലം കണ്ടോ, നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാട്ടുമാടം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. മാർബിൾ ഡീലേഴ്സാണ്. ഏറ്റവും ലീഡ് ചെയ്യുന്ന കേരളത്തിലെ ഒരു മാർബിൾ ഡീലേഴ്സാണ്. ഇന്ത്യൻ മാർബിളും അതേപോലെ തന്നെ ഇറ്റാലിയൻ മാർബിളും. ഈ ഷോറൂമിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് ഔദ്യോഗികമായിട്ട് ഇനാഗുറേഷൻ ചെയ്തിട്ടില്ല. കാരണം ചെയ്യാനുള്ള സമയം കിട്ടില്ല. ജസ്റ്റ് ഒരു സോഫ്റ്റ് ലോഞ്ച് അതുപോലും കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും ആളുകൾ ഒഴുകി എത്താൻ തുടങ്ങി. അങ്ങനെ അതൊരു ക്രെഡിബിലിറ്റിയാണ്. വിശ്വാസതയുടെ പുറത്ത് തന്നെ ഒരുപാട് മുൻ ക്ലയൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. 33 വർഷത്തിലേറെയായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വലിയൊരു സ്ഥാപനം കൂടിയാണ് കാട്ടുമാടം. അപ്പം ഇവിടെ ഒരു വലിയൊരു റേഞ്ച് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇറ്റാലിയൻ മാർബിളിൻ്റെയും ഇന്ത്യൻ മാർബിളിൻ്റെയും. അപ്പം അതിൻ്റെ പ്രത്യേകതകളും ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നും നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാനൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. കമോൺ പരിപാടി കയറി വാ. റസീം ബ്രോ, നമസ്കാരം. നമ്മളാണ് ഇതിന്റെ ആള് അല്ലേ? അപ്പൊ നമ്മള് വലിയൊരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അതായത് നമുക്ക് പുറത്ത് ഇന്ത്യൻ മാർബിൾസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളെ യാർഡിന്റെ ഉള്ളിൽ ഇറ്റാലിയൻ മാർബിൾസിലും കളക്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇറ്റാലിയൻ മാർബിളും ഇന്ത്യൻ മാർബിളും ഉള്ള ഏക ഷോറൂമാണിത്? അതെ, രണ്ടും വരുന്ന ഷോറൂംസ്. ഇന്ത്യൻ മാർബിൾ ഇറ്റാലിയൻ മാർബിളും രണ്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂമാണിത്. അതുപോലെ തന്നെ നമ്മളെ കൂത്തുപറമ്പും വയനാടും നമ്മളെ ഷോറൂം. അറിയാം, ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളൊക്കെ വീട് പണിക്കൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുള്ള അല്ലേ? നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ മാർബിൾ ശേഖരം അല്ലേ, മാർബിൾ എങ്ങനെയൊക്കെ വാങ്ങാം, എത്രത്തിലുള്ള ക്വാളിറ്റി വരെ ഉണ്ട്? പ്രീമിയം റേഞ്ച് ക്വാളിറ്റീസ് ആണ്. അതായത് നമ്മളിപ്പം ഇവിടെ ഇന്ത്യൻ മാർബിൾസിലും 70 റുപ്പീസ് മുതൽ ഇന്ത്യൻ മാർബിൾസ് അവൈലബിൾ ആണ്. അതും പ്രീമിയം ആണ്. അതായത് 70 റുപ്പീസിന്റെ മെറ്റീരിയൽ അടക്കം പ്രീമിയം ക്വാളിറ്റി മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. ഇത് കണ്ണൂർ ജില്ലയാണെങ്കിലും 30% മാത്രം ആളുകളെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് ഡിസ്ട്രിക്ട്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ടാണ്. കസ്റ്റമേഴ്സിന് മെയിൻ വേണ്ടത് സെലക്ഷനാണ്. അത് സെലക്ഷൻ എവിടെ ഉണ്ടെങ്കിലും കസ്റ്റമേഴ്സ് എത്ര ദൂരത്തു നിന്നാണ് ആളുകൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരും. ഈ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് 1992 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ പല ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ടൈൽസും എല്ലാ ഏരിയയും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഷോറൂമിന് മാർബിൾ ക്വാറി എന്നുള്ള പേര് കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്രം ദ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, അതായത് അതിന്റെ ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടും. നമ്മൾ ഈ ഒരു പുറത്ത് വരുന്ന ഈ മെറ്റീരിയൽസ് ഒക്കെ ഇന്ത്യൻ മാർബിൾസിൽ വരുന്നതാണ്. അതായത് ഇന്ത്യൻ മാർബിൾസിൽ മോർവേഡ്, അതേപോലെ മോർച്ചാന, അതേപോലെ നമ്മുടെ അർണാവൈറ്റ്, അതേപോലെ ആഗ്രിയ, അതേപോലെ GT, ടൊറന്റോ, അങ്ങനെ പല കാറ്റഗറീസിൽ വരുന്നുണ്ട്. കട്നി, അതുപോലെ പല ഐറ്റംസ് ആണ് നമ്മൾ ഈ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂരിഭാഗം രാജസ്ഥാൻ വരുന്ന മെറ്റീരിയൽസ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ഡീലേഴ്സ് വഴിയല്ല ഇവിടെ സാധനങ്ങൾ വരുന്നത്. ഇത് ഡയറക്റ്റ് ഹാൻഡ് പിക്ഡ് ആണ്. 3 ഷോറൂമിലേക്കാണെങ്കിലും ഡയറക്റ്റ് സെൻട്രലൈസ്ഡ് പർച്ചേസാണ്. എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള, അതായത് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നെ ഓരോ ബ്ലോക്കുകളും നോക്കി ചെക്ക് ചെയ്ത് അത്രയും അഷ്യൂറൻസ് ആയിട്ടുള്ള ലോട്ടുകൾ മാത്രമേ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ ഇന്ത്യൻ മാർബിളിൽ നമുക്ക് എത്ര സെഗ്മെന്റ്, എത്ര ടൈപ്പ് സാധനങ്ങൾ ഇന്ത്യൻ മാർബിളിൽ തന്നെ? അതായത് ഇപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർബിൾ മോർച്ചാന എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന മാർബിൾസാണ്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോളിഷ് കിട്ടുന്ന മെറ്റീരിയൽസാണ്. നല്ല പോളിഷും ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇറ്റാലിയൻ മാർബിളായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട് ഇന്ത്യൻ മാർബിൾസിൽ. അതേപോലത്തെ ഒരുപാട് സെലക്ഷൻ നമ്മളെ ഷോറൂമിലുണ്ട്. ചിലപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ചിലപ്പോൾ ഇറ്റാലിയൻ മാർബിൾസ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. പക്ഷെ അവർക്കും നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടണം. ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് നമ്മൾ കാണുന്നതിനും കുറച്ച് ബെറ്റർ ഔട്ട്പുട്ട് വേണ്ടവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇത്. ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മളിവിടെ അവൈലബിൾ ആണ്. അതും എല്ലാം ക്വാണ്ടിറ്റി. അതായത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ മാർബിളിൽ തന്നെ 6000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്കുള്ള സിംഗിൾ ലോട്ട് വരെ ഇവിടെ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് 5000 എബോവ് സ്ക്വയർ ഫീറ്റ് വരുന്ന ലോട്ടുകൾ ആവശ്യമുണ്ട്. അതടക്കം ഇന്ത്യൻ മാർബിൾസിൽ സിംഗിൾ ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വരുമ്പോൾ ഒരു ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. അത് എന്ത് മെറ്റീരിയൽ ഇറങ്ങണേ?
അതായത് ഇത് ഇന്ത്യൻ മാർബിളിൽ തന്നെ കട്നി എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേജ് ടോൺ, നമ്മൾ ഇറ്റാലിയൻ മാർബിളൊക്കെ യൂഷ്വലി കിട്ടുന്ന ആ ഒരു ബേജ് ടോൺ ഉണ്ടല്ലോ, ആ ഒരു കളർ തീമിലൊക്കെ കിട്ടുന്ന ഇന്ത്യൻ മാർബിൾസിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കട്നി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് നമ്മൾ ഇവിടെ ഷോറൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോട്ട്സ് അവൈലബിൾ ആണ് കട്നിയിൽ. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 1.5 lakh സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ടാവും റെഗുലർലി. ആ ഒരു സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഉണ്ടാവും സ്റ്റോക്ക്. പുറത്ത് ഇന്ത്യനും അകത്ത് ഇറ്റാലിയനും. അതെ അല്ലേ? ഇറ്റാലിയൻ മാർബിളിന് വേണ്ടി മാത്രമുള്ള ഒരു വലിയൊരു ഗാലറിയാണ് ഇത്. എന്താണ് ഈ ഇറ്റാലിയൻ ഗാലറി എന്ന് പറയുമ്പോൾ ഇറ്റലിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണോ ഇറ്റാലിയൻ ഗാലറി എന്ന് പറയുന്നത്? ഇത് ഇമ്പോർട്ടഡ് മാർബിൾസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇറ്റാലിയൻ മാർബിൾസ് ആണ് കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ, അതുകൊണ്ടാണ് ഇറ്റാലിയൻ എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇമ്പോർട്ടഡ് മാർബിൾസിൽ ഇറ്റാലിയിൽ നിന്ന് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ടർക്കിയിൽ നിന്ന് വരുന്നുണ്ട്, ഗ്രീസിൽ നിന്ന് വരുന്നുണ്ട്, വിയറ്റ്നാമിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ഈ സെഗ്മെന്റുകളെല്ലാം കൂടെ കൂട്ടി പറയുന്ന പേരാണ് ഇറ്റാലിയൻ. അപ്പോൾ ഇവിടെ നമുക്ക് പല രാജ്യങ്ങളിലെയും മാർബിൾസ് അവൈലബിൾ ആണ്. ഇത് വേഴ്സറ്റൈൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. 16 mm തിക്നെസ് വരുന്ന വേഴ്സറ്റൈൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പോളിഷ് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ്. ഇപ്പം നമ്മളെ ഇമ്പോർട്ടഡിലാണെങ്കിലും ഇന്ത്യൻസിലാണെങ്കിലും എല്ലാ മെറ്റീരിയൽസ് പോളിഷ് നമുക്ക് കിട്ടുന്ന ഗ്ലോസിനെസ് ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആയിരിക്കും. എത്രത്തോളം ടെമ്പർ സ്റ്റോണിന് കൂടുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പോളിഷ് ഉണ്ടാവുക. ഇപ്പോൾ ചില മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ വിരിച്ചു കഴിഞ്ഞാൽ കാണാം അത്ര ഒരു പോളിഷ് വരാത്ത രീതിയിൽ ചില മെറ്റീരിയൽസ് ഒക്കെ കാണാം, വലിച്ചെടുക്കുന്ന മെറ്റീരിയൽസ്. ഇപ്പൊ നമ്മളിപ്പം മുന്നേ വരുന്ന അതായത് മുന്നേ വരുന്ന നമുക്കിപ്പോൾ ചില മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ട്, അത് അത്ര പോളിഷ് കിട്ടില്ല അങ്ങനെ. അതായത് കല്ല് അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് സ്റ്റോൺ ആയിരിക്കും, അതുകൊണ്ടാണ് അതിന്റെ അത്ര ആ ഒരു പോളിഷ് കിട്ടാത്തത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടെമ്പർ ഉള്ള സ്റ്റോണാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല പോളിഷ് കാര്യങ്ങൾ കിട്ടുന്ന അങ്ങനെ ഒരു വലിയ കളക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ പുതിയ വന്ന മെറ്റീരിയൽസ് ആണ്, ഒരുപാട് മെറ്റീരിയൽസ്. ഓക്കെ സച്ചിൻ ഭായ്, ഇപ്പൊ ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഏതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് ഉള്ള ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. ഞാൻ ചോദിക്കാണ്ട് അതായത് ആക്ച്വലി ഇപ്പോൾ ആളുകൾ വന്നിട്ട് എനിക്കിതല്ല വേണ്ട മറ്റേ ടൈപ്പ് സാധനമാണ്, അത് നിങ്ങൾ കൊണ്ടുതരുമെന്ന് ചോദിക്കേണ്ട ആവശ്യം വരാറില്ല. ഇല്ല, അതായത് ഏത് മെറ്റീരിയൽസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, റെഡി സ്റ്റോക്കിൽ അവൈലബിൾ. ബേജിൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫോസിൽ ബേജ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്നുണ്ട്, അതിലിപ്പോൾ കസ്റ്റമർക്ക് 10,000 വേണോ 15,000 സ്ക്വയർ ഫീറ്റ് വേണോ എല്ലാം ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് മെറ്റീരിയൽസിലാണെങ്കിലും ക്വാണ്ടിറ്റി ലോട്ട്സ് അവൈലബിൾ ആണ്. 5,000 സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ലോട്ടുകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. സുഖമായിട്ട് ഒരു 5,000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമുക്ക് ആ ഓപ്ഷനിലുള്ള ഒരുപാട് ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഏത് ടൈപ്പിൽ വേണം, ഇപ്പൊ ഗ്രേയിൽ വേണോ ഗ്രേയിൽ അവൈലബിൾ ആണ്, ബേജിൽ വേണോ. ഇപ്പൊ ബേജിൽ ചില ആൾക്ക് കുറച്ച് റെഡിഷ് പാറ്റേൺ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ആ രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പൊ ബ്രഷ്യയിലൊക്കെ ഇവിടെ 4 or 5 ലോട്ടോ ഇവിടെ കറന്റ് സ്റ്റോക്ക് അവൈലബിൾ ആണ്, ബ്രഷ്യ റോറ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടിൽ. ഈ ഇത്രയും സ്റ്റോക്ക് ഉണ്ടെന്ന് പറയാൻ കാരണം അത് വലിയ ഒരു ഗോഡൌൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളിന് വേണ്ടി മാത്രമേ. 10-15,000 സ്ക്വയർ ഫീറ്റോളം വലിപ്പം ഇവിടെ തന്നെ വരുന്നുണ്ട്. അതെ, എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് നമ്മൾ കൊമേഴ്ഷ്യൽ മെറ്റീരിയൽസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ഇപ്പം എല്ലാം അപ്രോക്സിമേറ്റ്ലി നല്ല സിമിലാരിറ്റി വരുന്ന ബ്ലോക്കുകൾ. ഇപ്പം ചില ലോട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേരിയേഷൻസ് വരുന്ന ബ്ലോക്കുകളൊക്കെ വരുന്നുണ്ട് ഇമ്പോർട്ടഡിൽ. അതേപോലത്തെ മെറ്റീരിയൽസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇല്ല, അത്യാവശ്യം നല്ല സിമിലാരിറ്റി വരുന്ന പ്രീമിയം ബ്ലോക്സ് മാത്രം, അതും നല്ല പ്രോസസ്സിങ്. ഇതിൽ മെയിനായിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. നമ്മൾ ഇറ്റാലിയൻ മാർബിൾസിൽ നല്ല പ്രോസസ്സിങ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില വീടുകളൊക്കെ നിങ്ങൾ കാണാം ഫില്ലിംഗ് ഒക്കെ വന്ന് ഇളകി വരുന്ന അങ്ങനത്തെ ഒരുപാട് വീടുകളൊക്കെ കാണാറുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഈ കൊമേഴ്ഷ്യൽ ലോട്ടുകളിലൊക്കെ പോകുമ്പോഴാണ് ഈ ഇഷ്യൂസ് വരുന്നത്. ഇപ്പൊ പ്രീമിയം ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്തതിന് വേറെ ഫ്യൂച്ചറിൽ ഈ ഹെഡ് ഏക്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ ഇപ്പൊ നിങ്ങൾ ഇത് മാർബിൾ വിരിക്കുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങൾ പോയിട്ട് ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ കൺസൾട്ടേഷന് വിളിക്കാറുണ്ട്. അത് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് ഫ്രീ കൺസൾട്ടേഷനും കൊടുക്കുന്നുണ്ട്. സൈറ്റ് സൂപ്പർവൈസർ ഇപ്പൊ വേണമെങ്കിൽ സൈറ്റ് വിസിറ്റിംഗ് കാര്യങ്ങൾ എന്ത് സർവീസ് വേണമെങ്കിലും നമ്മൾ കൊടുക്കും. ഇതിനൊരു നമ്പറുകളുണ്ടല്ലോ, അതെ, ഓരോ ഫീസിനും ഓരോ നമ്പർ അനുസരിച്ച് വേണം നമ്മൾ വിരിക്കാൻ എന്നാണ് അതിന്റെ കറക്റ്റ് ആ ഒരു പാറ്റേൺ. അത് തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ ഡാമേജ് ഉണ്ടാവാറുണ്ട്. അതായത് കറക്റ്റ് ഈ നമ്പറിനനുസരിച്ച് തന്നെ ഇത് ലേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഡിസൈൻ കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടില്ല. ബർബറി ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ബർബറി ബേജ് അത്യാവശ്യം കുറച്ചൊരു പ്ലെയിൻ ഒക്കെ നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മെറ്റീരിയൽ. ഡിസൈൻ ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് വരുന്ന കുറച്ചെന്താ പറയുക ആ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന ബെസ്റ്റ് മെറ്റീരിയൽ ബർബറി ബേജ്. ഇത് ഈ സിംഗിൾ ലോട്ടിൽ തന്നെ 5,650 സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് അതുപോലെ തന്നെ ഫോസിൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ്. ഫോസിൽ ബേജ് കുറച്ചും കൂടി ഒരു പാറ്റേൺ വരുന്നത്, അതിനെക്കാട്ടെ കുറച്ചൊരു ലൈറ്റിലേക്ക്. ഇതാണെങ്കിലും അറൌണ്ട് 5,000 സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് വരുന്നുണ്ട്, നിയർ ബൈ വരുന്നുണ്ടല്ലേ. അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട്, 10x6 സൈസ് വരുന്നുണ്ട്. മൊത്തം ലേ ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് അതിന്റെ കറക്റ്റ് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവും. നമ്മളിപ്പോ വന്നപ്പോഴും കസ്റ്റമേഴ്സ് ഒക്കെ ലൈവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിൽ നോക്കിയാൽ മതി.
ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിസിറ്റ് ചെയ്യാനായിട്ട്. ക്രീമ മർഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ട്, അതായത് കുറച്ചുകൂടി ബ്രൗൺ ഗ്രെയിൻസ്, ചെറിയ വെയിൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലോട്ടാണ്. വെയിൻസ് പോലെ അല്ലേ? അതെ, ചെറിയ, അതായത് ചില കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനത്തെ, ചില ആൾക്കാർക്ക് ഈ പിങ്ക് സ്റ്റോൺ അല്ലാണ്ട് കുറച്ചും കൂടി ബ്രൗൺ ടൈപ്പ് വെയിൻസ് വരുന്ന ലോട്ടുകൾ ചോദിക്കുന്നത്, അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഇത് വരുന്നത്. ഓക്കെ, നമ്മളും ഹോം ടൂർ വീഡിയോയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം അവിടെ കണ്ടിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ലക്ഷറി വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ്. അതെ 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 യൂഷ്വലി അതുപോലെ തന്നെ ഇതൊരു പിന്നെ 18mm വേഴ്സ്റ്റൈൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടാണ്. ഇതും അത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 18mm തിക്നെസ് വരുന്നുണ്ട് ഈ ലോട്ട്. 18mm തിക്നെസ്സും വ്യത്യസ്ത. അതെ അതെ, യൂഷ്വലി 16mm 18mm 20mm അങ്ങനെയാണ് തിക്നെസ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിലും സിംഗിൾ ലോട്ടിൽ അപ്രോക്സിമേറ്റ്ലി 5500 സ്റ്റോക്ക് വരുന്നുണ്ട് സിംഗിൾ ലോട്ടിൽ. ബ്രഷ് അറോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടാണ്. കുറച്ച് ചെറിയ സൈസ് അതോ? അല്ല, അതായത് ഇതിന്റെ ഒരു പിന്നെ ലെങ്ത് കൂടുതലാണ്, ഹൈറ്റ് കുറച്ച് കുറഞ്ഞിട്ട് വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ്. ഇതിന്റെ ഒരു മെയിൻ ഒരു ബെനിഫിറ്റ് ഈ റോയൽ തീം, ഒരു പാലസ് ടൈപ്പ് ഒക്കെ വീടുകളുണ്ടല്ലോ, അങ്ങനത്തെ വീടുകൾ നിങ്ങൾ യൂഷ്വലി ഹോം ടൂർ ചെയ്തതിനെ കാണാൻ പറ്റും ഈ മെറ്റീരിയൽസ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒറിജിൻ വരുന്നത് ഇറ്റലി ആണ്, ഇതിന്റെ കൺട്രി. ഇതാണ് ശരിക്കും ഇറ്റാലിയൻ. ഒരു ഗോൾഡൻ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ആണെങ്കിലും കുറവാണ്. ഇതൊക്കെ റെസിൻ തന്നെയാണ് ഡയറക്റ്റ് പോയിട്ട്? അതെ, ബ്ലോക്ക്. അതെ അതെ, നമ്മൾ ഏത് ബ്ലോക്ക് ആണെങ്കിലും എല്ലാം നമ്മൾ ഡയറക്റ്റ് കണ്ട് അതിന്റെ പാറ്റേൺസും കാര്യങ്ങളും ഉറപ്പ് വരുത്തി ചെക്ക് ചെയ്തിട്ട്, അതുമാത്രമല്ല നമുക്ക് ഇതിൽ 2 ക്വാളിറ്റി ചെക്കർമാരുണ്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി. ബ്ലോക്ക് 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അവർ ഓക്കെ ആക്കിയ മെറ്റീരിയൽസ് മാത്രമേ നമ്മളിവിടെ കൊണ്ടുവരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല? ഇല്ല, അത്രയും മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ല, നമ്മൾ അത്ര അഷൂറൻസ് ആയ മെറ്റീരിയൽ മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ഇത് മൂൺ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ. മൂൺ ക്രീം ഇപ്പൊ എല്ലാ ആൾക്കാരും ചിലപ്പോൾ ബേജ് ചൂസ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒരു ക്രീമിഷ് പാറ്റേണിനോട് കൂടുതൽ താല്പര്യം, അതേപോലത്തെ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ മൂൺ ക്രീം. ഓക്കെ, ഇതാണെങ്കിലും അത്യാവശ്യം നല്ല സിമിലാരിറ്റി വരുന്ന ലോട്ടാണ്, അത്യാവശ്യം നല്ല പോളിഷ് കിട്ടുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. കുറച്ചും കൂടി ചില ആൾക്കാർക്ക് നല്ല ലൈറ്റ് വേണോ എന്നുള്ള കൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചില ഈ കൊളോണിയൽ തീം വീടുകളൊക്കെ അതിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇത്. അതുപോലെ തന്നെ വേഴ്സാഷെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ്. ഇതും കുറച്ചും കൂടി ലൈറ്റ് കളേഴ്സിൽ വരുന്നതാണ്. ഇത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അതെ, ഇത് ബ്രോൺസ് അർമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ്. ഇത് യൂഷ്വലി നമുക്കിപ്പോൾ വാഷ്റൂംസിൽ അതേപോലത്തെ സിറ്റ് ഔട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ ചില വീടുകളിൽ ഇത് മൊത്തമായിട്ട് ഫ്ലോറിംഗിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രോപ്പിക്കൽ തീം ഒക്കെ ഉണ്ടല്ലോ, ആ വീടുകളിലൊക്കെ ചിലപ്പോൾ ഫുൾ ഫ്ലോറിംഗിൽ ഇത് ലേ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഡിസൈനിലൊക്കെ വരുമ്പോൾ ശരിക്കും അതിശയം തോന്നുന്നു. ഇതൊക്കെ ബൈ നേച്ചർ ആണ്. അതെ, അതാണ് ഏറ്റവും മാർബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു മാൻ മെയ്ഡ് അല്ല, ശരിക്കും പറയുന്നത് നേച്ചർ മെയ്ഡ്. ഇപ്പൊ ഓരോ ഇതിൽ കാണുന്ന ഓരോ പാറ്റേൺസും കാര്യങ്ങളും എങ്ങനെയാണോ നാച്ചുറലി ഉള്ളത് അത് അതേപോലെ തന്നെ വരുന്ന സാധനം. അതാണ് ഇതിന്റെ ഒരു മാർബിൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ചൂസ് ചെയ്യുന്നതിന് മെയിൻ കാരണം തന്നെ അതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, ഒരു റെഡിഷ് തീം താല്പര്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ബേജ് വേണ്ട, കുറച്ചും കൂടി എന്താ പറയുക ഒരു റെഡിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഹൈലൈറ്റ് ആയി നിൽക്കേണ്ട ഫ്ലോറിങ്സിനൊക്കെ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇത് വരുന്നത്. ഇതും അത്യാവശ്യം പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ആണ്. അങ്ങനെ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിങ് ഇതിന് വരുന്നുള്ളൂ. പ്രൈസിങ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിങ്. ഞാൻ എല്ലാം കണ്ടത് എല്ലാം ബുക്കിംഗ് അല്ലേ? അല്ല, അത് ഇപ്പോൾ ചെറിയ ലോട്ട്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അവർ ഇഷ്ടപ്പെടുന്നത്. കാരണം ചില ആൾക്കാർ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഇവർക്ക് ഈ മെറ്റീരിയൽസ് കിട്ടണമെന്നില്ല. അപ്പോൾ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് മുൻകൂട്ടിയിട്ട് ഓരോ ലോട്ടുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ലോട്ടുകൾ ബുക്ക് ചെയ്ത് വെക്കും. അതാണ് ചിലത് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു 30% ആളുകൾ മാത്രമാണ് ഇപ്പൊ കണ്ണൂർ ജില്ല എന്നുള്ളവർ, ബാക്കി എല്ലാം പുറത്തുനിന്ന് വന്നിട്ടാണ് വാങ്ങുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഇവരെയൊക്കെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സൗകര്യം കൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അതെ, ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഫ്രീ ഡെലിവറി ആണ്. അതെ, ഓൾ കേരള എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആണ്. അതുപോലെ തന്നെ ഇപ്പൊ കർണാടക, ഇപ്പൊ തമിഴ്നാട്, അതേപോലത്തെ സ്റ്റേറ്റിലാണെങ്കിലും ഫ്രീ ഡെലിവറി തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുതിയ മോഡൽസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട്ടിലേക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ കണ്ണൂർ കണ്ണൂർ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് ഇതാ ഇവിടെ പുതിയൊരു ഇന്ത്യൻ ഇറ്റാലിയൻ മാർബിൾ ഷോറൂം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതെ, മാർബിൾ ക്വാറി. അതെ, മാർബിൾ ക്വാറി ഫ്രീ ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതെ, കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഇപ്പം ഓൾറെഡി നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വരാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ച് അതിൽ എത്ര അവർക്ക് സ്ക്വയർ ഫീറ്റ് വേണ്ട ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് സൈറ്റിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തുണ്ടെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വെറൈറ്റി വീഡിയോ വീണ്ടും വരാം. അപ്പോൾ കാട്ടുമാടം മാർബിൾ ക്വാറി. താങ്ക് യു ബ്രോ.